ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് രാവിലെ മുതൽ ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ്. വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും കൂടിയിട്ട് ഇപ്പം തന്നെ ഒന്ന് ചെയ്തേക്ക്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഈ ഹോളിലെ ഒരു സൈഡിലായിട്ട് TV കൺസോളൊക്കെ ഉള്ള ആ ഒരു സൈഡിലായിട്ട് ഞാൻ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് വെള്ളം ഒഴിക്കുക. ചിലപ്പം ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊന്നും ഒഴിക്കില്ല, 2 ആഴ്ച എല്ലാം കൂടുമ്പോൾ മാത്രമാണ് നല്ലോണം ഞാൻ വെള്ളം ഒഴിക്കുള്ളൂ. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു 3-4 ദിവസം എല്ലാം കൂടുമ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴൊക്കെ ഞാൻ ഐസ് ഇട്ട് കൊടുക്കും കേട്ടോ. ഐസ് ഇട്ട് കൊടുക്കും എന്ന് പറയുമ്പോഴേക്ക് 1-2 ഐസ് ക്യൂബ്സ് എടുത്തിട്ട് ഈ ചെടീൻ്റെ ആ ഒരു മണ്ണില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കും. ഞാൻ മുമ്പത്തെ വീഡിയോയിലെല്ലാം അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ അധികവും അങ്ങനെ കൂടുതലും ഞാൻ ചെയ്യൽ ഈ വെള്ളം ഒഴിക്കുന്ന പരിപാടി ഞാനൊരു 2 ആഴ്ച എല്ലാം കൂടുമ്പോൾ മാത്രമാണ് ചെയ്യുക. ഈ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴില്ലേ കുറച്ച് കൂടിയൊക്കെ പോവുകയാണെങ്കിൽ അതിങ്ങനെ അടിയിൽ ചെന്നിട്ട് തങ്ങി നിൽക്കൂട്ടാ. അപ്പോൾ അതിനെക്കാട്ടിലും നമ്മൾ ഈ ഐസാണ് ഇട്ട് കൊടുക്കണമെങ്കിൽ അത് പതുക്കെയല്ലേ മെൽറ്റ് ആവുള്ളൂ. 1-2 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. എപ്പോഴും പ്ലാന്റിൻ്റെ ആ ഒരു മണ്ണിങ്ങനെ വെറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അങ്ങനെ കേടൊന്നും വരുമൊന്നുമില്ല. ഞാനിപ്പോൾ ഒത്തിരി വർഷങ്ങളായിട്ട് ഈ ഒരു കാര്യം ചെയ്യലുണ്ട് കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സിലേക്ക് ഇടയ്ക്ക് ഇങ്ങനെ അതൊന്ന് വെറ്റാക്കാൻ വേണ്ടിയിട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ പ്ലാന്റ്സ് ഒന്നും ഇതുവരെ കുഴപ്പമൊന്നും വന്നിട്ടൊന്നുമില്ല. പക്ഷെ ഒരുപാട് ഐസ് ക്യൂബ്സ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക റൂട്ടൊക്കെയുള്ള ആ ഒരു സ്ഥലമില്ലേ അവിടേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ വെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കണം. കുറച്ചായി ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഐസ് മാത്രം ഇട്ട് കൊടുത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ ഇലകളിലേക്കൊക്കെ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഈ സ്പ്രേ ബോട്ടിലാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഐക്കിയെന്നാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഇൻസെൻസ് സ്റ്റിക്സ് കൂടിയിട്ട് ഞാനൊന്ന് കത്തിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മിക്കപ്പോഴും രാവിലെ കത്തിച്ച് വെക്കാറുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു മണമൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് ചെയ്യണതാ. പിന്നെ ആ ഹോൾഡർ ഇല്ലേ ആ ഗ്രീൻ കളറിലുള്ളത് അത് ഞാൻ പണ്ടപ്പോഴും അല്ല, ഒരു 2-3 വർഷം മുന്നേ ദുബായിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഷോപ്പുണ്ട്, അവിടെ എല്ലാവർക്കൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടാവും, സെൻറ്റർ പോയിന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നല്ലതാട്ടോ അത്. ഇത്രയും നാളായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ രാവിലെ തന്നെ കുറച്ച് തുണിയൊക്കെ ഒന്ന് മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. തുണി മടക്കി വയ്ക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണയായിട്ടില്ലേ ഈ തുണി ഉണങ്ങാൻ ഇടൽ പുറത്തൊരു ഓപ്പൺ സ്പേസ് ഉണ്ട്, ബാൽക്കണി പോലെ, അവിടെ ഇടലുണ്ട്. അതല്ലെങ്കിൽ കിച്ചൻ്റെ സൈഡിൽ ഒരു ഡ്രൈയിങ് റാക്ക് ഉണ്ട്, അവിടെയും ഇടലുണ്ട്. ഇതിപ്പോൾ ഇതൊന്നല്ലാണ്ട് ഞാൻ ഈ ഒരു ക്ലോത്ത് ഡ്രൈയിങ് റാക്കിൽ വെച്ചിട്ട് ഈ ഹോളിലെ വിൻഡോയുടെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ കൊണ്ടുവച്ചതായിരുന്നു. കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഈ ഒരു സമയത്തില്ലേ രാവിലെ ആകുമ്പോൾ നല്ലോണം വെയിൽ കിട്ടും. അപ്പോൾ 1 മണിക്കൂർ നമ്മൾ കഴുകിയതിന് ശേഷം 1 മണിക്കൂറെല്ലാം ഇടുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. ആ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും. കിച്ചൻ്റെ അവിടെ ഇടുകയാണെങ്കിൽ ആഫ്റ്റർനൂണാണ് അവിടെ വെയിൽ നല്ലോണം വരിക. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ ചില സമയത്ത് കുറച്ച് തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ഈ ഒരു ഡ്രൈയിങ് റാക്കിൽ വെച്ചിട്ട് ഈ വിൻഡോയുടെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് നിൽക്കൂട്ടാ. അപ്പോഴേക്ക് ഒരു 1-1.5 മണിക്കൂർ കൊണ്ടല്ലാതെ ഉണങ്ങി കിട്ടും. അപ്പോൾ അങ്ങനെ അങ്ങനെ ഉണങ്ങിയ കുറച്ച് തുണികളൊന്ന് മടക്കി വയ്ക്കാനായിട്ടുണ്ടായിരുന്നു. രാവിലെ തുണി കഴുകണ സമയത്ത് കുറച്ചൊക്കെ ഉള്ളുവെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അധികവും ഡ്രയറിൽ തുണിയിട്ട് ഉണക്കൽ കുറവാണ് ഞാൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നൂലില്ലേ അതിങ്ങനെ പൊന്തി വരും ഡ്രയർ കുറേ യൂസ് ചെയ്യുമ്പോഴേക്ക്. ഡ്രയറിൽ ഇട്ടിട്ട് ഉണക്കാൻ നിൽക്കുമ്പോഴേക്ക് എത്രയൊക്കെ മോഡ് മാറ്റി സെറ്റ് ചെയ്തിട്ട് വെച്ചാലും എനിക്ക് അങ്ങനെ തോന്നലുണ്ട് കേട്ടോ. പക്ഷെ അത് ചില തുണികൾ മാത്രമാണ്, ചിലതൊന്നും. ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഞാൻ എന്തായാലും മിക്കപ്പോഴും ഞാൻ ഡ്രയറിൽ ഇട്ടിട്ട് ഉണക്കലുണ്ട്. കാര്യം അത് നമ്മളല്ലാണ്ട് വെയിലത്തിടുകയാണെങ്കിൽ കുറേ സമയം വെയിറ്റ് ഒക്കെ ചെയ്യണ്ടേ. അപ്പോൾ അത് കാരണം ഞാൻ പെട്ടെന്ന് ഡ്രയറിൽ ഇട്ടിട്ട് ബെഡ്ഷീറ്റൊക്കെ ഉണക്കിയെടുക്കലുണ്ട്. പക്ഷെ അല്ലാത്ത നമ്മുടെ ഈ പുറത്തിടുന്ന ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഞാനങ്ങനെ ഡ്രയറിൽ ഇടാറില്ല. അപ്പോൾ ചെടിക്ക് വെള്ളമൊഴിക്കലും അതുപോലെ തുണി മടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഉച്ചക്കലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണില്ല. സാമ്പാറും പിന്നെ ഒരു ക്യാബേജിൻ്റെ തോരനും പിന്നെ ക്യാബേജും ക്യാരറ്റും എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ എന്താ പറയുക മത്തി ഉണ്ടായിരുന്നു, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് അതാട്ടാ. കിച്ചണിലും ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു കോൺ കത്തിച്ച് വെക്കുന്നുണ്ട്.
ഇത് ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്, നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളതാട്ടോ. അപ്പോൾ ഞാൻ ഈ സാധാരണയായിട്ട് നോൺ വെജൊക്കെ കുക്ക് ചെയ്യില്ലേ, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് അധികവും ഇങ്ങനത്തെ സ്മെല്ലിന് എന്തെങ്കിലും കിച്ചണിൽ ചെയ്ത് വെക്കുക. അല്ലാണ്ട് നോർമൽ ഒക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ കിച്ചണിൽ ക്യാൻഡിൽസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കോൺസോ ഒന്നും അങ്ങനെ കത്തിച്ച് വെക്കൊന്നുമില്ല കേട്ടോ. ഈ നോൺ വെജ് എടുക്കുന്ന സമയത്ത് മിക്കപ്പോഴും ഞാനിങ്ങനെ കത്തിച്ച് വെക്കലുണ്ട്. ആദ്യം തന്നെ അതൊരെണ്ണം ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ആവശ്യമുള്ള എല്ലാ വെജിറ്റബിൾസും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നാക്കിയതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇന്നുണ്ടാക്കുന്ന 2 കറികളും ഇല്ലേ, അതായത് കാബേജ് തോരനും പിന്നെ ഈ സാമ്പാറും, ഇത് രണ്ടും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കറികളാട്ടോ. ഇതിപ്പോൾ ഇന്നെനിക്ക് എന്തായാലും ആഫ്റ്റർനൂണെല്ലാം ഗ്രോസറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജ് അത്യാവശ്യം എം ടി ആക്കിയിട്ടാണ് പോവാട്ടോ പോകുമ്പം, ഇല്ലെങ്കിൽ പുതിയത് കൊണ്ടുവരുമ്പം വെക്കാൻ സ്പേസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഇതിപ്പം കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കൂടിയിട്ട് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി എടുത്തിട്ട് സാമ്പാറാകുമ്പം അതിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അത് കാരണം എല്ലാം കൂടി ഇട്ടിട്ട് പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അത് കാരണം ഈ ബാക്കിയുള്ള ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൽ ആ പടവലങ്ങയൊക്കെ ഒരു ചെറിയ പീസ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഈ ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസാണ് ഈ ഉള്ളതൊക്കെ കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് സാമ്പാർ വെക്കാമെന്ന് കരുതിയിട്ട്, പിന്നെ ഈ ക്യാബേജ് ഇല്ലേ, ഞാൻ അങ്ങനെ ഗ്രോസറി അങ്ങനെ വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാൻ പോകുമ്പം ഞാൻ ക്യാബേജ് അങ്ങനെ വാങ്ങിക്കലില്ല. പക്ഷേ ചില സമയത്തെല്ലാം എൻ്റെ ഹസ്ബൻഡാണ് പോകണമെങ്കിൽ ആൾ അങ്ങനെ നോക്കില്ല, കൈ കിട്ടണേക്ക് എടുത്തിട്ട് വരും. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോഴേക്ക് ക്യാബേജ് എപ്പോഴും മെയിനായിട്ട് അവിടെ ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് പറഞ്ഞ് എടുത്തിട്ട് വരും. അപ്പോൾ എൻ്റെ ബാക്കിയുള്ളതൊക്കെ തീരുമ്പോഴാണ് ഞാൻ ഈ ക്യാബേജ് തോരന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ ഈ ക്യാബേജ്. ഇവിടെ ആളും അത്ര ക്യാബേജൊന്നും കഴിക്കുമൊന്നുമില്ല, അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും പോകുമ്പം കാണുകയാണെങ്കിൽ പെട്ടെന്ന് കൈ കിട്ടുന്ന വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചിട്ട് വരും. അങ്ങനെയാണ് ചെയ്യുക. അതിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ ആയാലും ക്യാബേജും വെണ്ടയ്ക്കയൊക്കെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ആൾ അതെല്ലാം കൊണ്ടുവരും. അപ്പോൾ എന്തായാലും ഈ ക്യാബേജ് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് ഈ സാമ്പാറിൻ്റെ കാര്യം. സാമ്പാർ എനിക്ക് ഇഡ്ഡലീൻ്റെ കൂടെ കഴിക്കാൻ സാമ്പാർ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ചോറിൻ്റെ കൂടെ സാമ്പാർ അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെയും നമ്മുടെ മറ്റേ തേങ്ങ വറുത്തരച്ച് വെക്കണ സാമ്പാറില്ലേ, അതാണെങ്കിൽ പിന്നെയും ഇഷ്ടമാണ്. പക്ഷേ എനിക്കിപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നും കഷ്ടപ്പെട്ട് തേങ്ങയൊന്നും വറുത്തരയ്ക്കാനായിട്ട് സമയമൊന്നുമില്ല. കാര്യം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്കിനി ഷോപ്പിലേക്ക് പോകാനായിട്ട്. ഇതിപ്പോൾ സാമ്പാറിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പരിപ്പില്ലേ, അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിതിലേക്ക് കുക്കറിലേക്ക് വെജിറ്റബിൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഉള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ എപ്പോഴും പരിപ്പ് കുക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഇട്ടിട്ട് കുക്ക് ചെയ്യട്ടാ, ഈസി ആയിട്ട് കുക്ക് ചെയ്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇതാ പരിപ്പും വെജിറ്റബിൾസും ഒക്കെ ഇട്ടതിന് ശേഷം കുക്കർ അടച്ചിട്ട് ഇതൊന്ന് വെന്ത് തരാനായിട്ട് വെച്ചിട്ടുണ്ട്. സാമ്പാറാവുന്ന ഒരു സമയം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഈ ക്യാബേജും ക്യാരറ്റും എല്ലാം തോരനില്ലേ, അതൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കി എടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കടുകെല്ലാം പൊട്ടിച്ചതിന് ശേഷം ക്യാരറ്റും ക്യാബേജും എല്ലാം കൂടി ഇട്ട് കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ തേങ്ങയും ജീരകവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചതച്ച് ചേർത്തതിന് ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്ത് ഓഫാക്കി എടുക്കും. അത്രയേ ഉള്ളൂ.
പിന്നെ ഇപ്പം ഇത് കടുക് പൊട്ടിച്ചെടുക്കണില്ലേ, ഇത് സാമ്പാറിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാട്ടോ. ചില സമയത്ത് ഞാൻ സാമ്പാർ പൊടി ചേർത്തിട്ട് ഉണ്ടാക്കുന്ന സമയത്തില്ലേ, ഇങ്ങനെ കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഈ സാമ്പാർ പൊടിയെല്ലാം ചേർത്ത് പിന്നെ കുറച്ച് മല്ലിയും മുളകെല്ലാം എക്സ്ട്രയും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് ചേർക്കും കേട്ടോ. ചിലപ്പം പെട്ടെന്ന് അങ്ങനെയല്ല, ചിലപ്പോൾ ഞാൻ സാമ്പാർ പൊടിയെല്ലാം ഡയറക്റ്റ് തന്നെ ആ സാമ്പാർ കുക്ക് ചെയ്യുന്ന ആ ഒരു സമയമില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കും. അങ്ങനെയും ചെയ്യലുണ്ട്. എനിക്ക് തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മുടെ മത്തി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ മത്തിയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ആ ഒരു സ്മെല്ലിങ്ങനെ കുറച്ച് കൂടുതലല്ലേ ആ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു സ്മെല്ല്. അപ്പം ഞാൻ ഇതുപോലെയുള്ള പാനില്ലേ, ഡബിൾ സൈഡഡ് പാൻ എന്നെല്ലാം പറഞ്ഞിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അതിൽ ആണ് യൂസ് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ഡബിൾ സൈഡഡ് പാനില്ലേ, ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. നമുക്ക് ഈ ഒരു കിച്ചണിലൊക്കെ ഇങ്ങനെ നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ മണമൊക്കെ, പ്രത്യേകിച്ച് ഈ മത്തിയൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ആ ഒരു മണം ഇങ്ങനെ തങ്ങി നിൽക്കുമല്ലോ, കുറച്ച് മണം കൂടുതലല്ലേ. അപ്പം ഞാൻ അധികവും ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഡബിൾ സൈഡഡ് പാനാണ് യൂസ് ചെയ്യുക. ഇത് അതുപോലെ തന്നെ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാനും പറ്റും. പിന്നെ നമ്മൾ തിരിച്ചിടില്ലേ, ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത സൈഡ് തിരിച്ചിടില്ലേ, അതിന് ചെയ്യണ്ട, ഞാൻ കാണിച്ചു തരാം. പാൻ ജസ്റ്റ് ഒന്ന് തിരിച്ച് വെച്ചാൽ മതി കേട്ടോ. ഭയങ്കര ഈസി ഇത് ചെയ്യാനായിട്ട്. അപ്പം ഞാനത് മീനൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പാൻ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇതാ ഇവിടെ ഒരു 5-6 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പാൻ ഒന്ന് തുറന്നു നോക്കിയിട്ട് ഈ മീനൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി വെക്കണം. എന്താ വെച്ചാൽ അത് ഒരു സൈഡ് ആയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കിയതാട്ടാ. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ മറ്റേ സൈഡില്ലേ അതും കൂടിയിട്ട് ഫ്രൈ ആയി വരാനായിട്ട്. പിന്നെ ഈ ഒരു പാൻ നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കണമല്ല, 2 പാനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയും പറ്റും. ഇതിപ്പോൾ ഇതാ ഇത്രയാണ് ആയിട്ടുള്ളത്. ഇത് പക്ഷെ ഞാൻ കുറച്ചും കൂടി ഒന്ന് മൊരിച്ചെടുക്കും കേട്ടോ. ഇവിടെ കുറച്ചും കൂടി ഒന്ന് മൊരിഞ്ഞ് വരുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ ഇത് അടച്ചു വെച്ചിട്ട് വീണ്ടും അടുത്ത സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് തിരിച്ചിട്ട് ഇതുപോലെ നല്ലോണം മുരിച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പാനൊന്ന് കോരി എടുത്ത് മാറ്റുകയാണ്. അല്ലെങ്കിൽ ഇരുന്നിട്ടേ കരിഞ്ഞു പോവും, ആ ഒരു മസാല എല്ലാം നല്ലോണം കരിഞ്ഞു പോവും. ഇനിയിപ്പോൾ ഇത് ലഞ്ചിൻ്റെ സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ സെർവ് ചെയ്യാണ്. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും എല്ലാം ചെയ്യാനായിട്ട് മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു. ബൈ.